അകരം ഇപ്പോ ശിഖരം മാച്ച്, തകരം ഇപ്പോ തങ്കം മാച്ച്. തീരമെക്കടോ ഗമ്യമേമിട്ടോ തെളിയതു പാപം. ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു, ആരിവിടെ. 6 പതിറ്റാണ്ടുകളായി തലമുറകളെ കൂട്ടിയിണക്കുന്ന സ്വരമാധുര്യത്തിന് ഇന്ന് 84ാം പിറന്നാൾ. ആശംസകൾ അറിയിച്ച് സംഗീത ലോകം. വാക്കുകളൊന്നും മതിയാകില്ല ഗന്ധർവഗാനത്തെ വിശേഷിപ്പിക്കാൻ. മൗനം പോലും സ്വരമാധുരിയിൽ വാചാലമാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം. നിലയ്ക്കാത്ത നാദം പോലെ, ഇടമുറിയാത്ത സംഗീതം പോലെ, ആ ഈണം പരന്നൊഴുകി നിലാവ് പോലെ. സംഗീതത്തിനോ യേശുദാസിനോ അതിർവരമ്പുകളില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് മലയാളം കടന്നൊഴുകിയ ഗാനങ്ങൾ. ഉണർന്ന് ഉറങ്ങി അവസാനിക്കുന്ന ഒരു ദിവസം ഗന്ധർവ സംഗീതത്തെ കേൾക്കാതെ പോകാത്തവരായി ആരുമില്ല എന്നു തന്നെ പറയാം. അത്രമേൽ തെളിമയാണ് 84ലും ചെറുപ്പത്തിൻ്റെ ആ സ്വരത്തിന്. സംഗീത ലോകത്ത് ഇത്രയധികം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു ഗായകൻ ഇന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ചലച്ചിത്ര പിന്നണി ഗാനാലാപനത്തിന് 8 തവണയാണ് KJ യേശുദാസ് ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം 25 തവണ യേശുദാസിനെ തേടിയെത്തി. ശ്രീകുമാരൻ തമ്പിയാണ് യേശുദാസ് പാടിയ പാട്ടുകളിൽ അധികമെണ്ണത്തിനും വരികൾ രചിച്ചത്. വയലാർ, P. ഭാസ്കരൻ, കൈതപ്രം, ബിച്ചു തിരുമല, പൂവച്ചൽ ഖാദർ, ONV, ഗിരീഷ് പുത്തഞ്ചേരി, യൂസഫ് അലി കേച്ചേരി തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പവും പ്രിയ ഗായകൻ പ്രവർത്തിച്ചു. 1982 കരിയറിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യേശുദാസ് പാടിയത്. 234 പാട്ടുകൾ. 12 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. 1965 പുറത്തിറങ്ങിയ കാവ്യമേളയിലാണ് ആദ്യമുഖം കാണിച്ചത്. KJ യേശുദാസിന്റെ ഉടമസ്ഥതയിലുള്ള തരംഗിണി 1997 പുറത്തിറക്കിയ ക്രിസ്തീയ ഭക്തിഗാന ആൽബത്തിനായി ഒരു പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിലായിരുന്നു ജനനം. പ്രസിദ്ധ സംഗീതജ്ഞനും നാടക നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും മകനായിട്ടാണ് ജനനം. ഈ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമനായിരുന്നു KJ യേശുദാസ്. 1000 പൂർണ്ണചന്ദ്രനെ കണ്ട മഹാഗായകന് മുന്നിൽ ഗാനാർച്ചന നടത്തുകയാണ് ഇന്ന് സംഗീത ലോകം.